അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ സാറേ, തല്ലല്ലേ സാറേ, അയ്യോ എന്നെ തല്ലല്ലേ സാറേ, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഒന്ന് പറയൂ സാറേ പ്ലീസ്, ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ. അയ്യോ എന്നെ ഇങ്ങനെ തല്ലല്ലേ സാറേ, അയ്യോ ഒന്ന് പറയൂ സാറേ, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഈ തല്ല് മുഴുവൻ കിട്ടുന്നത് എന്തിനാണെന്ന് അറിയില്ല നിനക്ക്? ആ അമ്മയാണ് അറിയില്ല സാറേ, സത്യമായിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നത്? ശ്രീലക്ഷ്മിയുടെ കല്യാണം മുടക്കിയത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പ്രതിഫലമാണോ ഈ തല്ലലും കൊല്ലലും? ഏയ് അല്ല, ഇത് അതിനല്ല, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇത് അഡ്വാൻസ് ആയിട്ട് നാളെ നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യത്തിന് നൽകുന്ന കൂട്ടാടിയ. നാളെ എന്ത് നടക്കുന്ന കാര്യം? അഡ്വാൻസ് ആയിട്ട് ശമ്പളം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിപ്പോ അടിയും കിട്ടി തുടങ്ങിയോ അഡ്വാൻസ് ആയിട്ട്? യെസ്, ഇവിടെ ഇപ്പോ ഞാനതങ്ങ് ഉദ്ഘാടനം ചെയ്തതാ, അടി അഡ്വാൻസ്. കാരണം ഉടനെ തന്നെ രവിവർമ്മൻ സാറും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം നടക്കും. അപ്പോ അതും നീ മുടക്കാൻ വരുമെന്ന് ഉറപ്പാ. അതിനുള്ള അഡ്വാൻസാ ഇപ്പൊ ഈ തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അഡ്വാൻസ് ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ സാറേ വെറുതെ ഇങ്ങനെ? ഇരിക്കട്ടെ ത്രിവിക്രമ, വേറെ ആരെ വിശ്വസിച്ചാലും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അതാ ഇതങ്ങ് മുൻകൂട്ടി തരുന്നത്. കുറഞ്ഞു പോയെങ്കിൽ പറഞ്ഞാ മതി, ഇനിയും തരാൻ ഞാൻ. അയ്യോ മതി സാറേ, ഒരുപാടായി. കടോര ശത്രുക്കളെ പോലെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. കിട്ടിയ അഡ്വാൻസ് കൊണ്ട് തന്നെ എന്റെ കീശ നിറഞ്ഞു, ഇനിയെങ്കിലും എന്നെ പോകാൻ അനുവദിക്കണം പ്ലീസ്. ശരി, എന്നാ പിന്നെ കിട്ടിയതിന്റെ ക്ഷീണം മാറാൻ അല്പം വെള്ളം കുടിക്കും, അത് കഴിഞ്ഞ് വീട് ഒരു കുടിക്കത് വിക്രമ. ആ, ഞാൻ അഡ്വാൻസ് കൊടുത്തത് നോട്ടായിട്ട്. നിങ്ങൾ ഇനി ചില്ലറ കുറച്ചുള്ളത് കൊടുത്ത് മറക്കാതെ അവസാനിപ്പിച്ചേക്ക്. അയ്യോ എന്റെ തലേ സാറേ, അയ്യോ അയ്യോ സാറേ, അയ്യോ. എന്താ ശ്രീലക്ഷ്മി താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്റെ മനസ്സിൽ തന്റെ സ്ഥാനം എന്താണെന്ന് ഇനിയും തനിക്കറിയില്ലെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അറിയാം സർ, സാറിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എത്രമാത്രം ഉണ്ടെന്ന്. എന്നാൽ സാറിന്റെ ആപ്റ്റിറ്റ്യൂഡാ എനിക്ക് മനസ്സിലാകാത്തത്. ജീവിതകാലം മുഴുവനും ആരുടെയോ വീട്ടില് ആരുടെയോ പേരുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും സർ? സാറാണ് എന്റെ സ്ഥാനത്തെങ്കിൽ സാറിനും തോന്നില്ലേ ഇത്? സമ്മതിക്കുന്നു. തന്നോട് ഞാൻ എല്ലാം വിശദമായിട്ട് തന്നെ സംസാരിക്കാം ശ്രീലക്ഷ്മി. മുമ്പും തന്നോട് ഓരോ കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ താൻ തന്നെയാണ്. സോറി, അപ്പോഴൊക്കെ ഞാൻ തടഞ്ഞു എന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? അത് പൂർണ്ണമായും ശരിയല്ല സർ. സാർ എപ്പോഴും പറയാൻ ശ്രമിച്ചത് സാറിന് രാജനന്ദനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് മാത്രമായിരുന്നു, ആത്മബന്ധത്തെക്കുറിച്ച് മാത്രമായിരുന്നു. പക്ഷെ ഒരിക്കലും സാർ ഗായത്രി ദേവി അമ്മയുടെ യഥാർത്ഥ മകനല്ലെന്ന വിവരം എന്നോട് പറയുമായിരുന്നില്ല. സാർ സാറിന്റെ മനസാക്ഷിയെ വഞ്ചിക്കാതെ പറയൂ സർ, ഞാൻ പറയുന്ന കാര്യം സത്യമല്ലേ? ഇല്ല ശ്രീലക്ഷ്മി, ഞാൻ ആ കാര്യം പറയുമായിരുന്നില്ല. താൻ പറഞ്ഞ സത്യമാണ്. മതി സർ, ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചതും. എല്ലാവരും വാഴ്ത്തുന്ന മഹാനായ രവിചന്ദ്രവർമ്മനെ എനിക്ക് വേണ്ട സർ. രവിചന്ദ്രവർമ്മൻ എപ്പോഴാണോ എന്റെ കൺമുൻപിൽ യഥാർത്ഥ വ്യക്തിയായി മാറുന്നത്,
അപ്പൊ മാത്രമേ നമ്മൾ ഇനി സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഏതായാലും ആ അവസരങ്ങൾ നഷ്ടമായി കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല സർ. സത്യം പറഞ്ഞോ, സാറിനെ മറന്ന് എനിക്കിപ്പോ അതൊരു ശീലമായതുപോലെയാ. താങ്ക് യു വെരി മച്ച് സർ. സാറ് തന്നെയാ അതെന്നെ പഠിപ്പിച്ചതും. വേറൊരാളെ പ്രേമിക്കുന്നത് എങ്ങനെയാണെന്നും സാറിനെ പഠിപ്പിച്ചു. ഇനിയിപ്പോ സാറിന്റെ ഊഴമാണ് സർ. എന്നെ മറന്ന് ജീവിക്കാൻ സാറും ശീലിച്ചു തുടങ്ങിയാ മതി. ഈ നിൽക്കുന്ന രവിചന്ദ്രവർമ്മനിൽ നിന്നും ഒരുപാട് പേർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ജീവിതവും അതിലൊരാളാണ് ഈ ഞാനും. അതുകൊണ്ട് സർ ഇങ്ങനെ തന്നെ രവിചന്ദ്രവർമ്മൻ എന്ന വലിയ മനസ്സുള്ള മനുഷ്യനായി തുടരൂ സർ. സാറിന്റെ ഈ സൂര്യപ്രഭ പോലെ തിളങ്ങുന്ന വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ വെറും മിന്നാമിന്നി മാത്രമാണ് സർ. സാറിന് ഇനി എന്നെ മറക്കാം. നമ്മുടെ വഴികൾ ഇന്നു മുതൽ രണ്ടാ. It's a real breakup. സാറിന് പോകാം പ്ലീസ്. അമ്മ വിട്. നാശം പിടിച്ച വൃത്തിയിട്ടവളെ, എന്താണ് നിന്റെ ഉദ്ദേശം? എല്ലാം ഒന്ന് നേരെയായി ദൈവസഹായം കിട്ടുമ്പോ എന്തിനാ നീ അഹങ്കാരം കാണിക്കുന്നത്? ആരോട് നിനക്ക് ദേഷ്യം? പറയടി, പറയാ. സരോജം, അച്ഛൻ എന്നെ തടയരുത്. ഇവളൊരു ശൂർപ്പണകയാ, കുട്ടിപ്പിശാച്ച്.
നമ്മുടെ കുടുംബത്തെ മുടിക്കാനായിട്ട് ജനിച്ച ഇവൾ ഒരിക്കലും മതി ശപിച്ചത്. ഒരു വിവാഹം മുടങ്ങിയെന്ന് വെച്ച് ജീവിതം നശിച്ചു പോകുന്നില്ല ആരുടെയും. നീയൊന്ന് വായടച്ച് മിണ്ടാതെ നിൽക്ക്. മോളെ, എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി മുതൽ നിന്റെ തീരുമാനങ്ങളിൽ ഒരു കാരണവശാലും ഞാൻ ഇടപെടില്ല. കാരണം നമ്മളെല്ലാവരും ചേർന്ന് രവിവർമ്മൻ സാറിനെ അംഗീകരിച്ചപ്പോ മോളാണിപ്പോ വേണ്ടെന്ന് പറയുന്നത്. മോൾക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയായ തീരുമാനമാണെന്ന്? എന്തിനാ മോൾക്ക് രവിവർമ്മൻ സാറിനോട് അത്ര ദേഷ്യം? ദേഷ്യമാണോ സങ്കടമാണോ എന്നതല്ല അച്ഛാ ഇവിടുത്തെ വിഷയം. ആരാണെന്ന് വ്യക്തതയില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാ. എന്റെ തീരുമാനം ശരിയാണെന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ ഈ കാരണം പറഞ്ഞ് ഞാൻ ഒരിക്കലും നിങ്ങൾ ഇനി ബുദ്ധിമുട്ടിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി വിവാഹം കഴിക്കില്ല എന്നർത്ഥം. എന്റെ കരിക്കോത്തിയമ്മേ, നീ എന്തൊക്കെയാടി പറയുന്നത്? നീ എന്തൊക്കെയാ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ കാരണമില്ലാതെ ഒന്നും പറയില്ല എന്ന് മാത്രം അമ്മ വിശ്വസിക്കണം. ഒരു നല്ല മകളായി അറിയപ്പെടുന്നതിനേക്കാളും ഏതോ ഒരാളിന്റെ ഭാര്യയായി ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നതാണോ വലിയ കാര്യം? അച്ഛനമ്മയും പറയേ, കേൾക്കട്ടെ ഞാൻ. ശരി മോളെ, നിന്നെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇനി ഇതുവരെ എനിക്ക് നിന്നെ മനസ്സിലായില്ലെങ്കിൽ അതിലെനിക്ക് കുറ്റബോധം തോന്നുന്നു. ഇനി മോളുടെ തീരുമാനത്തെ ഞാൻ എതിർക്കില്ല ഒരിക്കലും. ഇനി നിന്റെ രക്ഷകർത്താവ് നീ സ്വയമാണ്, ഞാനല്ല. അതേ പറയാനുള്ളൂ. പപ്പി, പപ്പി, അയ്യോ ചേട്ടാ, ഇതെന്തു പറ്റി? ഒന്നും പറയണ്ട പപ്പി, ഞാനൊന്ന് ബൈക്കിൽ നിന്ന് വീണു. അയ്യോ, എന്നിട്ട്? എന്നിട്ടെന്താ, ദേഹം മൊത്തം ഉടഞ്ഞുപോയി, അത്ര തന്നെ. നീ പോയി അല്പം ചൂടുവെള്ളം എടുത്ത് കുഴമ്പ് എടുത്തോണ്ട് വാ. എനിക്ക് ദേഹത്തൊക്കെ ഒന്ന് ചൂട് പിടിക്കണം, അല്ലെങ്കിലേ നാളെ രാവിലെ ഞാൻ കട്ടിലിൽ നിന്ന് എണീക്കില്ലെന്ന് ഉറപ്പാ. വെള്ളം ചൂടാക്കി കുഴമ്പൊക്കെ എടുത്തോണ്ട് വരാം. പക്ഷെ ചേട്ടൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? ഇത് ലക്ഷണം കണ്ടിട്ട് ബൈക്കിൽ നിന്ന് വീണതാന്ന് തോന്നുന്നില്ല. ഇതാരോ കെട്ടിയിട്ട് അടിച്ചതുപോലെയാ എനിക്ക് തോന്നുന്നത്. ആണല്ലേ? എന്നാ അത് തന്നെയാ നടന്നത്. ആ രാജാറാമില്ലേ, അയാളുടെ ആൾക്കാരെന്നെ പിടിച്ചോണ്ട് പോയി ഒരു ദയയില്ലാതെ തല്ലുകയായിരുന്നു. അയ്യോ, അതിനു വേണ്ടി തല്ലു വാങ്ങാൻ ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? അതെനിക്ക് മനസ്സിലായില്ല. അത് തന്നെയാ എനിക്ക് മനസ്സിലാകാത്ത പപ്പി. ഇക്കാലത്തൊരു ഉപകാരം ചെയ്താല് തല്ലുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ?
ഉപകാരം ചെയ്യുന്ന ഒരാള്. ചേട്ടൻ എന്തെങ്കിലും പണി ഒപ്പിച്ചു കാണും, അല്ലാതെ ആരും വെറുതെ കയറി തല്ലൂലല്ലോ. അപ്പുറത്തെ ആ പെണ്ണും രവിവർമ്മൻ സാറും തമ്മിലുള്ള കല്യാണം മുടങ്ങാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് തല്ലുവാണെന്ന ആ മൊട്ട രാജാറാം പറഞ്ഞത്. അല്ല പപ്പി, നീ വല്ലതും അറിഞ്ഞായിരുന്നോ? അവരാ കല്യാണം വല്ലതും ഉറപ്പിച്ചോ ആ സുദർശൻ? എനിക്കറിഞ്ഞൂടാ. ആ രവിവർമ്മനും അമ്മയും അനിയനും അയാളുടെ ഭാര്യയും ഒക്കെ വന്നിട്ട് പോകുന്നത് കണ്ടു. ഞാനൊന്നും അന്വേഷിക്കാൻ പോയില്ല. ഇനിയിപ്പോ ഞാൻ ചെന്ന് എന്തെങ്കിലും ചോദിച്ചിട്ട് വേണം ആ സരോജൻ ചേച്ചി എന്റെ നേരെ ചാടിക്കടിക്കാൻ വരാൻ. അല്ലെങ്കിലേ ഒരു കല്യാണം മുടങ്ങിയതിന്റെ ദേഷ്യത്തിലിരിക്കുക അവര് മൊത്തം. എന്ത് ദേഷ്യമാണെങ്കിലും നീ നോക്കിക്കോ ഒപ്പി. എനിക്ക് തല്ല് മേടിച്ചു തന്നതിന് ഞാൻ അവരോട് എണ്ണി എണ്ണി പകരം ചോദിച്ചിരിക്കും. എന്റെ പുതിയ കളിയെ അവരിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അയ്യോ എന്റെ ചേട്ടാ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തി മര്യാദയ്ക്ക് ജീവിച്ചൂടെ ചേട്ടന്? അവരൊക്കെ വലിയ വലിയ ബന്ധങ്ങളുള്ളവരാ, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. എന്ന് വെച്ചാൽ എങ്ങനെ നിർത്താൻ പറ്റൂടി? എനിക്ക് കിട്ടിയ അപമാനത്തിന് പകരം ചോദിക്കാതെ. മതി, ദയവ് ചെയ്തൊന്ന് നിർത്ത്. ആരോടോ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നാ ഒരു പഴമൊഴി. ഞാൻ പോയി വെള്ളം കുഴമ്പൊക്കെ എടുത്തിട്ട് വരാം. പെട്ടെന്ന് എഴുന്നേറ്റ് ചൂട് പിടിക്കാൻ നോക്ക്. കൃഷ്ണ വരാറായി. അവള് വന്നാ ഇത് എന്താ ഏതാന്നൊക്കെ കാര്യം അന്വേഷിക്കും. വെറുതെ പിള്ളാരെ മുമ്പേ കൂടി ഇനി നാണം കിടാൻ നിക്കണ്ട. ആരോടോ വേദം ഓതുവാന്ന് പറഞ്ഞ? അപ്പൊ അവളെന്നെ പോത്തന്നല്ലേ വിളിച്ചത്? എടേ പപ്പി, ഞാതാ വരുന്നു. നീ ഇത്രയ്ക്ക് കുഴപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ശ്രീ. ഓ ഭയങ്കരം തന്നെ. എന്താഗ്രഹിച്ചുവോ അത് നടക്കാൻ എല്ലാം ഒത്തുചേർന്ന് വന്നപ്പോ നീ മാത്രം ഇടം തിരിഞ്ഞു നിൽക്കുന്നു. ഗ്രേറ്റ് ഡിസിഷൻ, സൂപ്പർ. സത്യം പറഞ്ഞോ, നിനക്ക് ചുറ്റുമുള്ള ഒരു പിടി മനുഷ്യരുടെ മുഖത്തേക്ക് നീ കൈവീശി അടിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. സുദർശൻ ഞങ്ങളുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചു കാണുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? രവിവർമ്മൻ സാർ നിന്നിൽ നിന്നും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ സത്യത്തിൽ നിന്റെ തന്നെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണോന്നാ എനിക്കിപ്പോ സംശയം. എന്നാൽ സംശയിക്കണ്ട, ഇതിൽ നിന്നും ആരുടെയൊക്കെ മനസ്സ് വേദനിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചുവെങ്കിൽ അതിനൊരു കാരണം കാണുമെന്ന് നീ മനസ്സിലാക്കണം. എന്ത് കാരണമാണെങ്കിലും നിന്നെ കൊണ്ട് പറ്റുമോ രവി സാറിനെ മറക്കാൻ? എനിക്കിതൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല ശ്രീ. സാറിനെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ച സഹിക്കാൻ പറ്റാത്ത നിനക്ക് ഒറ്റ നിമിഷം കൊണ്ട് സാറിനോടുള്ള ആത്മബന്ധം മറക്കാൻ പറ്റുമോ? പറ്റില്ല. അത് നിനക്കെന്നെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടാ കൃഷ്ണ. ഞാൻ സാറിൽ നിന്നും അകന്നു നിൽക്കുന്നെന്ന് കരുതി സാറിനോട് എനിക്കുള്ള ബന്ധം അല്പം പോലും കുറഞ്ഞിട്ടില്ല. മറിച്ച് എനിക്ക് സാറിനെ ഇനിയും മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ. അതാ എന്റെ ആവശ്യം. പക്ഷെ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുടെ അരികിൽ തന്നെ ഉണ്ടായിരിക്കണം ശ്രീ. ഒരാളെ അകറ്റി നിർത്തിയ എങ്ങനെ അയാളെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? ഒരു വസ്തുവിനെ നമ്മൾ കൂടുതൽ അടുത്ത് വെച്ച് നോക്കിയാൽ അവ്യക്തമായി കാണാൻ പറ്റൂ കൃഷ്ണ. അതിനെ കൃത്യമായി കണ്ടു മനസ്സിലാക്കണമെങ്കിൽ അല്പം ദൂരെ നിന്ന് തന്നെ വേണം നോക്കാൻ. അതൊരല്പം വേദനിപ്പിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ സത്യം അതാണ്.